Hi everyone. വരിക എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആഷോ, ആഷുൻ, അതിൻ്റെ ക്രിയകളായ ആഷ്ബോ, ആഷ്ബെ, ആഷ്ബെൻ. അടുത്തത് പോവുക. ഓക്കെ, ഞാൻ പോകുമെന്ന് പറയുന്നത് ആമി ജാബോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറയുന്നത് അറിയാലോ, ആമി ജാബോന. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോകും എന്ന് പറയാനും പോകാം എന്ന് പറയാനും ഒന്ന് തന്നെയാണ്, ജാബോ തന്നെയാണ്, ആമി ജാബോ. അപ്പം ഞാൻ പോകില്ല എന്ന് പറയുന്നത് ആമി ജാബോന. നമ്മൾ പോകില്ല എന്ന് പറയാനായിട്ട് ആമ്ര, നമ്മൾ പോകും എന്ന് പറയാനായിട്ട് ആമ്ര ജാബോ, നമ്മൾ പോകില്ല എന്ന് പറയാനായിട്ട് ആമ്ര ജാബോന. ഞങ്ങൾ പോകും എന്ന് പറയുന്നതും അത് തന്നെയാണ്, ആമ്ര ജാബോ. ഞങ്ങൾ പോകില്ല എന്ന് പറയുന്നത് ആമ്ര ജാബോന. ഓക്കെ, അടുത്ത് തുമി. നീ പോകും എന്ന് പറയുന്നത് തുമി ജാബേ, നീ പോകില്ല എന്ന് പറയുന്നത് തുമി ജാബേന. താങ്കൾ പോകും എന്ന് പറയുന്നത് ആപ്നി ജാബേ, താങ്കൾ പോകില്ല എന്ന് പറയുന്നത് ആപ്നി ജാബേന. ഓക്കെ, ആമി, ആമ്ര, തുമി, ആപ്നി കഴിഞ്ഞു. ഇനി ഷേ. അവൻ പോകും എന്ന് പറയുന്നത് ഷേ ജാബേ, അവൻ പോകില്ല എന്ന് പറയുന്നത് ഷേ ജാബേന. അവൾ പോകും എന്ന് പറയുന്നത് ഷേ ജാബേ, അവൾ പോകില്ല എന്ന് പറയുന്നത് ഷേ ജാബേന. ഇനി അവർ പോകും എന്ന് പറയുന്നത് താര ജാബേ, അവർ പോകില്ല എന്ന് പറയുന്നത് താര ജാബേന. പിന്നെ അവസാനത്തെ വാക്ക് തിനി എന്ന് വെച്ചാൽ അദ്ദേഹം. അദ്ദേഹം പോകുമെന്ന് പറയുന്നത് തിനി ജാബേൻ, അദ്ദേഹം പോകില്ല എന്ന് പറയുന്നത് തിനി ജാബേൻ ന. ഓക്കെ, അപ്പം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. വരിക, പോവുക, ഈ രണ്ട് വാക്കുകൾ വെച്ചിട്ടുള്ള ഭാവി കാലത്തിൽ എങ്ങനെയൊക്കെ പറയും, അതായത് വരും, വരില്ല, പോകും, പോകില്ല. സി, മലയാളം വളരെ സിമ്പിൾ ആണല്ലേ. ഉച്ചാരണത്തിലല്ല, ഉച്ചാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളികൾക്കല്ല, പക്ഷെ മറ്റുള്ള ഭാഷക്കാർക്ക് ഉച്ചാരണം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ഗ്രാമർ വളരെ സിമ്പിളാണ്. എന്നാൽ ഈ ബംഗാളി, ഈ ജാബോ, ജാബേ, ജാബേൻ, ആഷ്ബോ, ആഷ്ബേ, ആഷ്ബേൻ, ഈ 3+3 പഠിച്ചു വെച്ചാൽ മാത്രം മതി. എന്നാൽ മറ്റുള്ള ഭാഷകളിൽ കന്നഡ, ഹിന്ദി, ഈവൻ തമിഴ്, തെലുഗു, അങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും നമ്മൾ കുറേ വെർബെൻറ്റിങ് പഠിച്ചു വെക്കണം. എന്നാൽ ഈ ബംഗാളിൽ അവനെന്ന് പറയാനും അവളെന്ന് പറയാനും അവരെന്ന് പറയാനും നീ എന്ന് പറയാനും ഭാവി കാലത്തിൽ ഒന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ എന്ന് പറയും, നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറയാനും. ഞാൻ, നമ്മൾ, ഞങ്ങൾ. ഓക്കെ, നീ, അവൻ, അവൾ, അവർ, പിന്നെ അദ്ദേഹം, താങ്കൾ. ഓക്കെ, അപ്പോൾ അത്രയും പറയുന്നുള്ളൂ. ഇനിയും കുറച്ചും കൂടി ക്രിയകൾ പഠിക്കാനുണ്ട്. ഇത് ഭാവികാലം മാത്രമേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഭൂതകാലം, പിന്നെ വർത്തമാനകാലമൊക്കെ ഉണ്ട്. അതിന് എങ്ങനെയൊക്കെയാണ് വാക്യഘടന വരുന്നത് ഞാൻ ആ വീട്ടിൽ പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്ത വീട്ടിൽ കാണാം. ബൈ. ക്യാമറ ഇത്രയെല്ലാം ചെയ്തിട്ട് ഫോട്ടോ ആയിരിക്കണം. ഓണാക്കിയായിരുന്നോ? അതിലടച്ചോ. കുറേ നാളായല്ലോ ഒരു ബംഗാളി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലായ ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറയുന്ന ചാനലിലെ ഒരു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇനി മുതൽ റെഗുലറായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ പ്രോമിസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും വീഡിയോ ചെയ്യുന്നത്. ആ ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറയുന്ന ചാനലിലെ കന്നഡ വീഡിയോകൾ മാത്രമല്ല, ഇവിടുത്തെ ബംഗാളിയും, പിന്നെ ലേലു അല്ലു തെലുഗു എന്ന് പറഞ്ഞാൽ നമ്മുടെ തെലുഗു പഠിപ്പിക്കുന്ന ചാനലിലും, പിന്നെ ഇംഗ്ലീഷ്, ഇമ്മിണി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലിലും, ഇച്ചിരി ഹിന്ദി എന്ന് പറയുന്ന ഹിന്ദി ചാനലിലും, നുറുങ്ങു ചിന്തകൾ എന്ന് പറയുന്ന ചാനലിലും എല്ലാം നമ്മൾ വീഡിയോകൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പ്രോമിസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇതല്ല എൻ്റെ ആദ്യമായി കാണുന്ന ബംഗാളി വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു. മുൻപത്തെ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും. കാരണം അത് കാണണം, എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പം നിങ്ങളതിനകത്ത് എല്ലാം കണ്ടില്ലെങ്കിൽ പോലും കാണേണ്ട ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കമൻറ്റിലിടാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഈ മേളിൽ ഐ ബട്ടണിലിട്ടിട്ട് ആരും കാണാൻ പോകുന്നില്ല. പിന്നീട് നമ്മൾ ഈ കമൻറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം അന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്ന ആ റെഫറൻസ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഭാവി കാലത്തിൽ എങ്ങനെയൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കാം. എല്ലാം ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു ഞാനാകെ 4 ക്രിയകളെന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പം വരുക, പോവുക, ചെയ്യുക, പറയുക, ഈ 4 കാര്യങ്ങൾ. ഇത് എല്ലാ സബ്ജക്റ്റും വരുന്ന നേരത്ത് ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, അവൻ, അവൾ, അവർ എന്നീ പറയുന്ന വാക്കുകളുടെ ഒപ്പം എങ്ങനെയൊക്കെ മാറിയിരിക്കും, എങ്ങനെയൊക്കെ അർത്ഥവ്യത്യാസം വരാം എന്നാണ് ഞാനൊന്ന് പറഞ്ഞത്. അപ്പം ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഷോർട്ടായിട്ട് ഒന്നുകൂടി പറയാം. അത് പറയണം, കാരണം അതിനെ ബേസ്ഡാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മുടെ ഈ ബാംഗ്ലൂർ മലയാളി കേൾക്കുന്ന ചാനലിലും ലേലു ഒല്ലു തെലുഗു എന്ന് പറയുന്ന ചാനലിലും, അതായത് കന്നഡയും തെലുഗും പഠിപ്പിക്കുന്ന ചാനലിലൊക്കെ ഞാൻ കന്നഡ പഠിപ്പിക്കുന്ന നേരത്ത് തെലുഗു കൂടി മിക്സ് ചെയ്തിരുന്നു. മിക്സ് ചെയ്യുകയല്ല, കന്നഡ പഠിപ്പിക്കുന്ന നേരത്ത് കന്നഡയിൽ ഇങ്ങനെയാണ്, തെലുങ്കിൽ ഇങ്ങനെയാണ്, അപ്പോൾ രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചാണ്. പക്ഷേ അത് കുറച്ച് പേർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പറയുന്നു, കന്നഡ പഠിപ്പിക്കുന്ന നേരത്ത് കന്നഡ മാത്രം പഠിപ്പിക്കൂ, തെലുഗു പഠിപ്പിക്കുന്ന നേരത്ത് തെലുഗു മാത്രം പഠിപ്പിക്കും, രണ്ടും കൂടി മിക്സ് ചെയ്യല്ലേ, കൺഫ്യൂഷൻ ആകുന്നു. ഇവിടെ ബംഗാളി പറഞ്ഞു തരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ ഞാൻ മിക്സ് ചെയ്തിരുന്നത് ഹിന്ദിയാണ്. മിക്സ് ചെയ്യുകയല്ല, വീണ്ടും പറയുകയാണ്, കമ്പയർ ചെയ്യുകയാണ്. കാരണം ഹിന്ദി ഇപ്പോൾ നമുക്ക് ഒരുവിധം കുറേയൊക്കെ മലയാളികൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അറിയാത്തവർക്ക് നമ്മുടെ ചാനലുണ്ടോ, ഇച്ചിരി ഹിന്ദി തുടങ്ങിയിട്ടില്ല, വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് ലിങ്ക് കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്, ഉപകാരപ്പെടും. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഞാൻ ഹിന്ദിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദിയായിട്ട് നല്ല ബന്ധമുള്ളൊരു ഭാഷയാണ് ബംഗാളി. ഈ മലയാളവും തമിഴും തമ്മിൽ എങ്ങനെയൊക്കെയാണ് ബന്ധമുള്ളത്, ഏകദേശം അതേപോലെ തന്നെ. ഉച്ചാരണത്തിൽ മാത്രമേ, ഉച്ചാരണം എന്ന് പറയുന്ന നേരത്ത് വാക്കുകളും വ്യത്യാസമാണ്, പക്ഷെ ഉച്ചാരണത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അത് ബംഗാളിയായി. ഓക്കെ, എഴുത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഹിന്ദിക്ക് ദേവനാഗരി സ്ക്രിപ്റ്റും ഇതിന് വേറെ സ്ക്രിപ്റ്റുമാണ് ബംഗാളിക്ക്. അപ്പം നമുക്ക് ബംഗാളി വെച്ച് തുടങ്ങാം. ഹിന്ദി തൽക്കാലത്തേക്ക് മറ്റേ ചാനലിലെ വീഡിയോകൾ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.